Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala man ursila rahmatil lil alamin wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ മഹത്തായ ഒരുമിച്ചുകൂടലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം അഭിവന്ദരായ ഉസ്താദ് ഇസാഖ് ഫൈസി ചാമപ്പറമ്പ് അവറുകളും, ഇവിടെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ പോലും എന്താണ് CIC എന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എവിടെയാണ് നിൽക്കുന്നത് എന്നും നമ്മളൊക്കെ ഏറെ ആദരവും ബഹുമാനവും കൊടുത്തി അന്നും ഇന്നും എപ്പോഴും കേരളത്തിലെ ആത്മീയ തറവാടായി കൊണ്ടു നടക്കുന്ന പാണക്കാട്ട് സാദാത്തുക്കളുടെ അനുഗ്രഹത്തിന്റെ വഴികൾ എവിടെയെന്നും വളരെ സവിസ്തരം കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പാദാർ ഉസ്താദ് ആനുകാലികമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിഷയം ഇനി അവതരിപ്പിക്കാനിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരന് നമ്മുടെയൊക്കെ അഭിമാനവുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉറച്ച ശബ്ദം ഉസ്താദ് സൽമാൻ അസ്ഹരി, ഈ വേദിയിലിരിക്കുന്ന കരുളായി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട യാക്കൂബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴികളിൽ നമുക്ക് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് ഉമറ ആയി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നാണ്യക്ക, ഇവിടെ ഖിറാഅത്ത് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഹാഫിൽ സിറാജ് ദാരിമി അടക്കമുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ, SKSFന്റെയും SYSന്റെയും ഒക്കെ യൂനുസാക്ക, സുലൈമാക്ക അടക്കമുള്ള വാഹിദ് ഫൈസി അടക്കമുള്ള നേതൃത്വത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന 2026 ഫെബ്രുവരി മാസം 4 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് ഗുഡിയയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. ആദർശ വിശുദ്ധിയിലൂടെ സമസ്ത 100 ആണ്ടിലേക്ക് കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിന്റെ വെളിയാളം ഓതിക്കൊണ്ടാണ് SKSF SYS കരുളായി ടൗൺ ശാഖ കമ്മിറ്റി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. CICയുടെ നാൾവഴികൾ പാദാർ ഉസ്താദും സമസ്തയുടെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് അസ്ഹരി ഉസ്താദും ഇനി ഇവിടെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ന്റെ നിറവിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ ദീനിന്റെ മേഖലയെ ചിട്ടയാർന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ജൈത്രയാത്ര ആദർശ രംഗത്ത് ആത്മീയമായി പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു സംഘടനക്കും ഇങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആദർശ പാപ്പരത്വം സംഭവിച്ചുകൊണ്ട് തുടക്കത്തിൽ രൂപീകരണ സമയത്ത് എന്താണോ അവര് പറഞ്ഞത് അവിടെ നിൽക്കാൻ കഴിയാതെ ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് രൂപീകരണ സമയം മുതൽ 100 വർഷത്തിലേക്ക് കടക്കുന്നത് വരെ ഒട്ടനവധി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
ആ സമ്മേളനങ്ങളുടെ എല്ലാം പ്രമേയമായി എടുത്തിട്ടുള്ളത് ആദർശം വെച്ചുകൊണ്ട് തന്നെയാണ്. ആദർശ സംരക്ഷണത്തിന് വേണ്ടിയും ആദർശത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയും ആദർശത്തെ അണുവിട വിടാതെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൃത്യമായ ബോധത്തോടുകൂടെ എത്തിച്ചു കൊടുക്കുക ചെയ്യുകയും എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യപൂർത്തീകരണത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരാജയപ്പെടാതെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ അറിഞ്ഞതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് വളരെയധികം ഭാഗ്യം സിദ്ധിച്ച ഒരു സംസ്ഥാനമാണ് കേരളത്തിന്റെ മണ്ണ്. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ആശയങ്ങളും ആദർശങ്ങളും മഹാനായ ലോകത്തിന്റെ നായകൻ അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറേബ്യയുടെ മണൽപ്പരപ്പിലൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട് എന്നതിന്റെ ചരിത്രരേഖകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, വളരെ ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ അടയാളമായ ചന്ദ്രന്റെ പിളർപ്പ് അന്ന് നമ്മുടെ മലബാറിന്റെ കരഭരിച്ചിരുന്ന പ്രിയപ്പെട്ട മലബാറിന്റെ രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണുകളെ കൊണ്ട് നേരിട്ട് കണ്ടു എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോ ഇത് അറേബ്യയിലെ അവസാനത്തെ പ്രവാചകരായി കടന്നു വന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ് എന്ന് ബോധ്യപ്പെടുകയും അറേബ്യൻ സംഘത്തോടൊപ്പം തന്നെ പരിശുദ്ധമായ മുത്തുനബി തങ്ങളുടെ സന്നിധിയിലെത്തി അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമാവുകയും ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. 40 ദിവസം അവിടെ താമസിച്ചു എന്നും ആ 40 ദിവസം പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനായ രാജാവിനും കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഒരുക്കി കൊടുത്തത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 1-ാമത്തെ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് മലയാളത്തിന്റെ രാജാവ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ കേരളത്തിൽ പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാമിന്റെ പവിത്രമായ ചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മുത്തുനബി തങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ദീപിഷികയെ കെടാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ആവശ്യമായ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഒരുക്കുകയും ചെയ്യണമെന്ന വലിയ നിയ്യത്തോടു കൂടെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഒമാനിലെ സലാല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, ളിഫാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട രാജാവ് രോഗബാധിതനാകുമ്പോഴാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തോട് പറയുന്നത്, എന്റെ ആഗ്രഹം നിങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്. അവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ രാജാക്കന്മാരോട് നിങ്ങൾ ചെന്ന് പറയണം, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കാനെന്ന്, ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണമെന്ന്, അതാണ് സത്യമെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട രാജാവ് അവിടെ രോഗിയായി അവിടെ തന്നെയാണ് വഫാത്തായത്, അവിടെ തന്നെയാണ് ഖബറൊരുക്കിയത്. പ്രിയപ്പെട്ട രാജാവിന് ഖബറൊരുക്കിയ സ്ഥലത്ത് ഇന്നും കേരളത്തിന്റെ ഒരു പ്രതീതി കാണാൻ കഴിയുമെന്ന് നമുക്ക് അവിടെ പോയി വന്ന ആളുകളിൽ നിന്ന് കൃത്യമായി അറിയാൻ സാധ്യമാകുന്നതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് കേരളത്തിന്റെ മണ്ണിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ആശയങ്ങളും ആദർശങ്ങളും മുത്തുനബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട്. AD 642 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ പൊന്നാനി മഖ്ദൂമമാരിലൂടെയും കോഴിക്കോട് കാളി പരമ്പരയിലൂടെയും കടന്നു വന്ന പരിശുദ്ധമായ ഒരു ദീനുണ്ട്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, മഹാനായ ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അവരുടെ പ്രിയപ്പെട്ട ഭക്തിയായ ഖമരിയ്യ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഈ ആശയങ്ങളും ആദർശങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 920 കാലഘട്ടം വരെ യാതൊരുവിധ വ്യതിചലനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ സുന്ദരമായി മലയാളത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്ക്. 920 കാലഘട്ടം വരെ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണുള്ളത്. അവിടെ ഒരു വിഭാഗീയത ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സംഘടന രൂപപ്പെട്ടിട്ടില്ല, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടില്ല, മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒരു സംഘശക്തി കടന്നു വന്നിട്ടില്ല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീൻ പരിശുദ്ധ സഹാബത്തും അവിടുത്തെ താബികളും താബികളും പണ്ഡിതന്മാരിലേക്ക് കൈമാറി പോന്നിട്ടുണ്ടെങ്കിൽ അതാ പണ്ഡിതന്മാരിലൂടെയും സാദാത്തുക്കളിലൂടെയും 920 കാലഘട്ടം വരെ സുന്ദരമായി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ 20കളിലാണ് ചില സംഘടനകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാടിനടിച്ചമർത്താൻ വേണ്ടി കടന്നു വന്ന
ഈ വിഭാഗത്തോട് ശക്തമായി പോരാടണമെന്ന പരിശുദ്ധമായ ദീനിന്റെ സുന്നത്ത് കടന്നു വരുന്നത്. നമ്മളൊക്കെ പഠിച്ചതുപോലെ നമ്മുടെ പിറന്നു വീണ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനെ തകർക്കാൻ വരുന്നവരാരാണെങ്കിലും ശരി, അവരെ ശക്തിയുക്തം എതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മുടെ നാടിനെ തകർക്കാൻ വരുന്ന ഒരു വിഭാഗത്തോട് തീർച്ചയായും പോരാട്ട വീര്യത്തിനിറങ്ങുന്നത്, അഥവാ മാപ്പിള പോരാട്ടം ഉണ്ടാകുന്നത്. ആ മാപ്പിള പോരാട്ടം ഉണ്ടാകുമ്പോ അന്ന് നാട് ഭരിച്ചിരുന്ന പ്രിയപ്പെട്ട നാട്ടുരാജാക്കന്മാർ പറയുന്നു, ഏ മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഐക്യവും നിങ്ങളുടെ സാഹോദര്യവും ഈ നാടിന് ആവശ്യമുണ്ട്. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മലബാർ പോരാട്ടത്തോടുകൂടെ നിങ്ങളെങ്ങാനും നാമാവശേഷമായി പോകുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംരക്ഷണാർത്ഥം നിങ്ങൾ തിരുകൊച്ചി ഭാഗത്തേക്ക് പലായനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നാട്ടുരാജാക്കന്മാരുടെ വാക്ക് കേട്ട് മുസ്ലിം ഉമ്മത്ത് തിരുകൊച്ചി ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, അവിടെ വെച്ചുകൊണ്ടാണ് ചില ചിന്താഗതിക്കാർ കടന്നു വരുന്നത്. വ്യക്തമായി സൂചിപ്പിച്ചാൽ 1922 കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ വിഭാഗം കടന്നു വന്നത് 4ാം ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഖവാരിജുകൾ എന്ന് പറയപ്പെടുന്നവരുടെ പിന്തലമുറക്കാരായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ പോലെയുള്ള, റഷീദുർ റിളയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള, ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള ശിഥിലമായ ചിന്താഗതിക്കാർ കടന്നു വന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് അനൈക്യം സൃഷ്ടിക്കാൻ വന്നത്. അന്ന് വരെ മുസ്ലിം സമൂഹം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഷിർക്കും കുഫ്റുമാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലേക്ക് അവർ പുതിയ വാദവരികളുമായി വന്നു എന്ന് മാത്രമല്ല, പുസ്തകങ്ങൾ അടിച്ചിറക്കി, ലേഖനങ്ങൾ അടിച്ചിറക്കി, ഇതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ കവർന്നെടുക്കാൻ അവർ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, പല ആളുകളും അവരിലേക്ക് ആകൃഷ്ടരായി പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ഇസ്ലാമിക ചിട്ടയനുസരിച്ചുകൊണ്ട് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് കിടത്തുമ്പോ നൂറ്റാണ്ടുകൾ അതിജയിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷിർക്കാണെന്നവർ പറഞ്ഞു, കാടത്തമാണെന്നവർ പറഞ്ഞു. ഇശാ മഗ്രിബിന്റെ ഇടയിൽ മുത്തുനബി തങ്ങളുടെ പവിത്രമായ മദ്ഹ് കീർത്തനങ്ങൾ മാല മൗലിദുകളിലൂടെ പാടുന്നത് തനിക്കാടത്തമാണെന്നവർ വരുത്തി തീർത്തു. പരിശുദ്ധമായ ദീനിലേക്ക് പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും അവരെ കടത്തിക്കൂട്ടി കൊണ്ടുവന്നപ്പോ ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയട്ടെ, കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംഘടന, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ സംഘടന, അത് ഞാനും നിങ്ങളും മെമ്പർഷിപ്പ് എടുത്ത 100 വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല. ഈ നവീന ആശയങ്ങളുമായി കൊണ്ടുവന്ന ഒരു വിഭാഗക്കാർ ഒരു പുതിയ സംഘടന ഉണ്ടാക്കാനുള്ള ആലോചന നടത്തിയെന്ന് മാത്രമല്ല, അവര് മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യമായി ഒരു സംഘടന കെട്ടിപ്പടുത്തു. ആ സംഘടനയുടെ പേരാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന്. ആ കേരള മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി 1922 രൂപീകരിക്കുന്നത്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നറിയോ? പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഈമാനിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ അമലിനെ വ്രണപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകലാണ്. ഈ ആശയത്തെയും ആദർശത്തെയും തച്ചു തകർക്കാൻ അവർ സംഘം രൂപീകരിച്ചപ്പോഴാണ് കേരളത്തിന്റെ അട്ടദിക്കുകളിലുള്ള, മലബാറിന്റെ അട്ടദിക്കുകളിലുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരും സദാത്തുക്കളും ഒരുമിച്ച് കൂടുന്നത്. അവരൊരുമിച്ച് കൂടിയെന്ന് മാത്രമല്ല, അവരുടെ ചിന്താധാരയിലൂടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയുടെ ഭാഗമായി അവിടെ വെച്ചുകൊണ്ട് ഒരു അഡ്വ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ അഡ്വ കമ്മിറ്റി രൂപീകരിക്കുന്നത് കൃത്യമായ ബോധത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഈ വർഷം പറയുന്നത്. കേവലം ഒരാലങ്കാരിക പ്രയോഗത്തിന് വേണ്ടിയല്ല ഇത് സൂചിപ്പിച്ചത്. 1925 കോഴിക്കോട്ടെ വലിയ ജമാഅത്ത് പള്ളിയായ മസ്ജിദുൽ ജാമിഇൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട PV മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്ത് താൽക്കാലികമായി ഒരു അഡ്വ കമ്മിറ്റി രൂപീകരിച്ചു. ആ അഡ്വ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് ഈ കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് പല പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കിടയിലൂടെ അവരെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു മുന്നോട്ട് പോയത്. ആ സമയത്താണ് അഡ്വ കമ്മിറ്റി രൂപീകരിച്ച ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൂടിയിരുന്നു കൊണ്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനും ആബിദും സയ്യിദുമായ വരക്കൽ തങ്ങളുപ്പാപ്പയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞത്, നമുക്ക് നമ്മുടെ പണ്ഡിത പ്രസ്ഥാനത്തെ ഒരു പേരിട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധമായ ഈമാനിന് സംരക്ഷണം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി ആധികാരിക പണ്ഡിത സഭയായി രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോ വരക്കൽ തങ്ങളുപ്പാപ്പ 40 ദിവസത്തോളം ഇടതടവില്ലാ നോമ്പനുഷ്ഠിച്ചിട്ട് 41ാമത്തെ ദിവസമാണ്
തന്റെ പ്രിയപ്പെട്ട കൂടെയുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോഴിക്കോട്ടെ ടൗൺ ഹാളിലേക്ക് പോകുന്നത്. അത് 1926 ഒരു ജൂൺ മാസം 26 തീയതിയാണ്. അവിടെ വെച്ചുകൊണ്ട് 1 മണിക്കൂറിലധികം ദൈർഘ്യമേറിയ കണ്ണീരിന്റെ ഉപ്പരസം കലർന്ന ആത്മീയതയുടെ ഹൃദയത്താളത്തിൽ ചാലിച്ചെടുത്ത പ്രാർത്ഥനയിലൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് കൊടുത്തുകൊണ്ട് അത് രൂപീകരിക്കുന്നത്. ആ സമസ്ത രൂപീകരിച്ചത് കേവലം ഒരാൾക്കൂട്ടത്തിൽ നിന്നല്ല, ആർക്കൊക്കെയോ വേണ്ടി ഇവിടെ ഷോ വർക്ക് ചെയ്യാനല്ല, അല്ലെങ്കിൽ ജനബാഹുല്യത്തിന്റെ എണ്ണം കാണിച്ചു കൊടുക്കാനല്ല, മറിച്ച് സമസ്ത രൂപീകരിച്ചത് തികച്ചും അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ്. ഐക്യസംഘം കാണിച്ചു കൊടുക്കുന്ന അവരുടെ ബിദ്അത്തുകളെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഈ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിച്ചത്. ഇന്നും നമുക്കിടയിലൂടെ പല പേരുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. മുജാഹിദുകൾ എന്ന് പറയുന്നവർ, സലഫികൾ എന്ന് പറയുന്നവർ, വഹാബികൾ എന്ന് പറയുന്നവർ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നവർ, പലതരത്തിലുള്ള പേരുകൾ സ്വീകരിച്ച ഇവിടെയുള്ള ത്വരീഖത്തുകാർ, കള്ളത്വരീഖത്തുകാർ, തബ്ലീഗ് ജമാഅത്ത്, കുഫ്റിലേക്ക് ആദ്യമായി കടന്നു വന്ന ഈ പറയപ്പെട്ട ഖാദിയാനികൾ, അവരൊക്കെ കുഫ്റുകളാണെന്ന് ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്നും പല പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കിടയിലൂടെ അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കീഴിൽ ഒട്ടനവധി പോഷക സംഘടനകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. 100ന്റെ നിറവിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലെടുത്ത് വെക്കുമ്പോ നമുക്ക് പറയാൻ കഴിയും 1951 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിദ്യാഭ്യാസപരമായി സമസ്ത ചെയ്തു കൊടുക്കുകയാണ്. 100ാം വാർഷികത്തിന്റെ മേനിയായി നമുക്ക് എടുത്തു പറയാനുള്ളത് 51 രൂപീകരിക്കപ്പെട്ട ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ തന്നെയാണ്. അതുപോലെ തന്നെ ചിട്ടയോടുകൂടെ 13 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പരിശുദ്ധമായ 11,000-ഓളം വരുന്ന മദ്രസകളിൽ ചിട്ടയാർന്ന വിദ്യാഭ്യാസം മതപരമായി നേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി മുഅല്ലിം സർവീസ് രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയ 1959 രൂപീകരിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇന്ന് സമസ്തയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ലേക്ക് അടുക്കുമ്പോ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ എത്രയാണെന്ന് സമൂഹം നോക്കിക്കണ്ടിട്ടുണ്ട്. സുന്നി യുവജന സംഘം, യുവാക്കളാണ് യൂത്ത് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ യുവാക്കളുടെ ഇന്നത്തെ പ്രവർത്തനമാണ് സമൂഹം ഏറ്റെടുക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് 1954 സുന്നി യുവജന സംഘത്തിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊടുക്കുന്നത്. മഹല്ലിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ഓരോ മഹല്ലുകളും വളരെ സുസ്ഥാപിതമായി ദീനിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന കൃത്യമായ ചിട്ടാവട്ടം കൊടുത്തുകൊണ്ട് അതിന് കൃത്യമായ ബൈലോ രേഖപ്പെടുത്തി 1976 സുന്നി മഹല്ല് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ രൂപീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തന്നെയാണ് സമസ്ത കേരള മാനേജ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷൻ 2001 സമസ്ത രൂപീകരിക്കുന്നത്. 1989 സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻസ് KSFന്റെ കീഴിൽ രൂപീകരിച്ചു. 1993 ഒരു ഡിസംബർ മാസം 26 തീയതിയാണ് സമസ്തയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടെ ചേളാരിയിൽ വെച്ചുകൊണ്ട് മദ്രസാ തലങ്ങളിൽ നിന്ന് സംഘടനാ പാഠവത്തോടുകൂടെ തന്നെ പരിശുദ്ധമായ ദീനിനെ കുട്ടികൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സുന്നി ബാലവേദി ഉണ്ടാക്കിയത്. ഇന്നും അതിന്റെ കീഴിൽ ഇതാ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഖുത്ബ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി പോഷക സംഘടനകളെ ഈ 100 വർഷത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ സമ്മേളനങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ആ സമ്മേളനങ്ങളുടെയൊക്കെ പ്രമേയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആദർശത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ആദർശത്തിന്റെ വിളനിലം പൂത്തുല്ലസിക്കപ്പെടുന്ന ഭൂമി മണ്ഡലത്തിലേക്ക് അതിനെ തടയാൻ കടന്നു വരുന്ന നവീന ആശയങ്ങളെ മുഴുവനും തടഞ്ഞിടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1927 ഫെബ്രുവരി മാസം 7 തീയതിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാം സമ്മേളനം നടക്കുന്നത് താനൂരിൽ വെച്ചുകൊണ്ട്. ഞാൻ അതിനെ വിശദീകരിക്കുകയല്ല.
1927 ഡിസംബർ മാസം 31-നാണ് നെല്ലായ പഞ്ചായത്തിലെ മോളൂരിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ 2ാം സമ്മേളനം നടക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ 3ാം സമ്മേളനം ഒരു ജനുവരി മാസം 7-ാം തീയതി 1929-ലാണ് വെള്ളുവനാട് ചെമ്മൻകുടിയിൽ വെച്ചുകൊണ്ട് നടക്കപ്പെടുന്നത്. 1930-ലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ 4ാം സമ്മേളനം മാർച്ച് 17-ന് മണ്ണാറക്കാട് വെച്ചുകൊണ്ട് നടക്കുന്നത്. 1931 മാർച്ച് 11-നാണ് 5ാം സമ്മേളനം നടക്കുന്നത് ഫറൂഖിൽ വെച്ചുകൊണ്ട്. മാർച്ച് മാസം 5-ാം തീയതി 1933-ലാണ് 6ാമത് സമസ്തയുടെ സമ്മേളനം നടക്കുന്നത്. 1945-ലാണ് നീണ്ട ഒരു കാലയളവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനങ്ങളിലൂടെ തന്നെയാണ് അതിന്റെ ആദർശത്തിന്റെ വിശുദ്ധി സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. 45-ലാണ് 16ാമത്തെ സമ്മേളനം നടക്കുന്നത്. ഈ മെയ് മാസം 27-ഉം 28-ഉം കാര്യവട്ടത്ത് വെച്ചുകൊണ്ടാണ് 16ാമത്തെ സമ്മേളനം നടക്കുന്നത്. സമസ്തയുടെ 17ാം സമ്മേളനം 1947 മാർച്ച് മാസം 15 മുതൽ 17 കൂടിയ ദിവസങ്ങളിൽ കോഴിക്കോട്ടെ മീൻചന്തയിൽ വെച്ചുകൊണ്ട് ആദർശത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത നടത്തിയിട്ടുണ്ടെങ്കിൽ 18ാം സമ്മേളനം 1950-ലാണ് ഏപ്രിൽ മാസം 29-നും 30-നും 2 ദിവസങ്ങളിലായി വളാഞ്ചേരി വടകരയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ഓർക്കണം, 20ാമത്തെ സമ്മേളനം 1954 ഏപ്രിൽ 24-നും 25-നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന മലപ്പുറത്തിന്റെ മണ്ണിലെ താനൂരിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. 21ാമത്തെ സമ്മേളനം 1961 ഫെബ്രുവരി മാസം 7 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ കക്കാട് വെച്ചുകൊണ്ട് നടക്കുമ്പോ ഞാൻ ഹ്രസ്വമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 22ാമത്തെ സമ്മേളനം 1963 ഡിസംബർ മാസം 27 മുതൽ 29 വരെ കാസർഗോഡ് വെച്ച് നടക്കുമ്പോ ഇങ്ങനെ നീണ്ടുവരുന്ന സമസ്തയുടെ സമ്മേളനം അതിന്റെ 75ാമത്തെ സമ്മേളനം ഞാൻ ചുരുക്കുകയാണ്. 75ാമത്തെ സമ്മേളനം ഇസ്ലാം സമഗ്രം കാലികം ശാസ്ത്രീയം എന്ന വളരെ മനോഹരമായ ശീർഷകത്തിൽ 2001-ൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയത്. അതിന്റെ 85ാമത്തെ സമ്മേളനത്തിലാണ് നമുക്കൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വലിയ സമ്മേളനമായിരുന്നു അത്. 1985-ൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2012-ൽ നടന്ന സമ്മേളനം, 85ാമത്തെ സമ്മേളനം 2012-ൽ ഫെബ്രുവരി മാസം 13 മുതൽ 26 കൂടിയ ദിവസങ്ങളിൽ കൂരിയാട്ട വേങ്ങരയിൽ വെച്ചുകൊണ്ട് വളരെ ബൃഹത്തായ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയപ്പോ സത്യസാക്ഷികളാവുക എന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയമാണ് അതിന് ഉയർത്തിപ്പിടിച്ചത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ അടുത്ത കാലത്ത് അവസാനിച്ച 90-ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നത്. പവിത്രമായ സമസ്തയുടെ സമ്മേളനം 90-ാമത് നടന്നത് ആദർശ വിശുദ്ധിയിലൂടെ 90 വർഷം പിന്നിടുന്നു എന്ന പ്രമേയത്തിൽ ആലപ്പുഴയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പയുടെ നഗറിൽ വെച്ചുകൊണ്ടാണ് നടത്തിയെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100-ാം വാർഷികം ഇൻഷാ അല്ലാഹ് ആദർശ വിശുദ്ധിയിലൂടെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100-ന്റെ നിറവിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്ന ഉദ്ദേശത്തിൽ 100-ാം വാർഷികം നടക്കുന്നത് കാസർഗോഡ് ഗുണിയയിൽ വെച്ചുകൊണ്ടാണ്. ഈ സമ്മേളനം 100-ലേക്ക് എത്തുമ്പോ ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദിന് ഞാൻ വഴിമാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. സമസ്ത 100 വർഷം പിന്നിടുമ്പോ എന്താദർശ വിശുദ്ധിയാണ് സമസ്ത കാണിച്ചതെന്ന് ചോദിച്ചാൽ ഈ 100 വർഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നയിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവിതത്തിന്റെ വിശുദ്ധത മാത്രം നിങ്ങളൊന്ന് അളന്ന് തിട്ടപ്പെടുത്തിയാൽ മതി. 40-അംഗ മുഷാവറയെ ഞാൻ പറഞ്ഞില്ല. ഈ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവിതത്തിന്റെ വിശുദ്ധതയെ നിങ്ങളൊന്ന് അളന്ന് തിട്ടപ്പെടുത്ത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇവിടെ ഇങ്ങനെ പാരമ്പര്യം വിളിച്ചു പറയാൻ കഴിയുന്ന മറ്റൊരു സംഘടന ഏതാണുള്ളത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമോ ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റുമാരുടെ സെക്രട്ടറിമാരുടെ ജീവിതത്തിന്റെ വിശുദ്ധത മറ്റുള്ളവർക്ക് മാതൃകയായി, അല്ലല്ല മരണത്തിൽ പോലും മാതൃകയായി കടന്നുപോയ പ്രിയപ്പെട്ട മഹാന്മാരെ അളന്ന് തിട്ടപ്പെടുത്താൻ 926 മുതൽ 932 വരെയുള്ള 6 വർഷക്കാലത്തോളം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മൗലത്തവീല ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാൻ. 32 മുതൽ 46 വരെയുള്ള നീണ്ട 14 വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാൻ. 46 മുതൽ 65 വരെയുള്ള 19 വർഷം സമസ്തയുടെ പ്രസിഡന്റായത് ബഹുമാനപ്പെട്ട
ഷെയ്ഖുന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാൻ 1965 മുതൽ 67 വരെയുള്ള 2 വർഷം സമസ്തക്ക് നേതൃത്വം കൊടുത്തത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ സ്വദഖത്തുള്ള മുസ്ലിയാരാൻ 1967 മുതൽ 93 വരെയുള്ള നീണ്ട 26 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തിരുന്നു കൊണ്ട് സമസ്തയെ നയിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. 93 മുതൽ 95 വരെയുള്ള 2 വർഷം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ അബൂബക്കർ ഹസ്രത്താണ്. എന്നാൽ 95 മുതൽ 2004 വരെയുള്ള 9 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി അവറുകളാണെങ്കിൽ നീണ്ട 2004 മുതൽ 12 വരെയുള്ള 8 വർഷത്തോളം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരാൻ 2012 മുതൽ 16 വരെയുള്ള 4 വർഷത്തോളം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആനക്കര സി കോയക്കുട്ടി ഉസ്താദ് അവറുകളാണെങ്കിൽ 2016 മുതൽ 17 വരെയുള്ള 1 വർഷത്തോളം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി കുമരമ്പത്തൂർ ഉസ്താദ് അവറുകളാണെങ്കിൽ 2017 മുതൽ ഓൺവേർഡ്സ് അഥവാ ഈ അറ്റ് പ്രസന്റ് വരെ, ഈ കറന്റ് പീരീഡ് വരെ, ഈ സമയം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങളാണെങ്കിൽ 100ാം വാർഷിക മഹാസമ്മേളനം ഒരു സയ്യിദിൽ തുടങ്ങി ഒരു സയ്യിദിൽ നിന്ന് തന്നെ ആഘോഷിക്കാനുള്ള ഭാഗ്യമാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പ്രസിഡന്റുമാരുടെ 100 വർഷത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഈ പ്രസിഡന്റുമാരുടെ ജീവിതത്തിന്റെ വിശുദ്ധതയെ നിങ്ങളൊന്ന് അളന്നു നോക്ക്. അതാണ് സമസ്തക്ക് വിളിച്ചു പറയാനുള്ള ആദർശമെന്ന് ഈ 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുറഞ്ഞ പ്രസിഡന്റുമാർ മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. 1926 മുതൽ 50 വരെയുള്ള 24 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് നമ്മെ നയിക്കാൻ ഭാഗ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പി വി മുഹമ്മദ് മൗലവി കോഴിക്കോട് അവറുകളാണെങ്കിൽ 1950 മുതൽ 57 വരെയുള്ള 7 വർഷത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചതെങ്കിൽ നിങ്ങൾ ഓർക്കണേ, നീണ്ട 4 പതിറ്റാണ്ട് കാലത്തോളം 57 മുതൽ 1990 വരെയുള്ള 40 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹിതമായ മദീന മുനവ്വറാലേപനം ചെയ്ത അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത ധവള മാന്തള ത്രിവർണ്ണ സുവർണ പതാക പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് കാവൽ നിന്ന് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നമ്മെ നയിക്കാൻ പടച്ച റബ്ബ് ഭാഗ്യം കൊടുത്തത്. ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു പണ്ഡിതൻ കടന്നുപോയിട്ടുണ്ടോ എന്ന് 21ാം നൂറ്റാണ്ട് വിളിച്ചു പറഞ്ഞ അറബ് ലോകം പോലും നിങ്ങളാണ് പണ്ഡിതന്മാരുടെ സൂര്യ തേജസ് എന്ന വാക്കിന് ഏറ്റവും വലിയ യോഗ്യനെന്ന് വിളിച്ചു പറഞ്ഞ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരായിരുന്നുവെങ്കിൽ നീണ്ട 20 വർഷത്തോളം ശംസുൽ ഉലമയ്ക്ക് ശേഷം 20 വർഷത്തോളം 96 മുതൽ 2016 വരെയുള്ള 20 വർഷക്കാലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച് നമ്മെ നയിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവറുകളാണെങ്കിൽ 2016 മുതൽ ഈ സമയം വരെ അഥവാ 9 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവറുകളാണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തെ പഠിച്ചാൽ മാത്രം മതി സമസ്തയുടെ ആദർശം പറയാൻ. 40 അംഗ മുഷാവറയെ ഞങ്ങൾ പറയുന്നില്ല, 40 അംഗ മുഷാവറ പറയുന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ അവസാനത്തെ വാക്ക്, അതാണ് ദീനിന്റെ അവസാനത്തെ വാക്ക്. എന്നാൽ ഈ 40 അംഗ മുഷാവറക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ സെക്രട്ടറിമാരുടെയും ജീവിതത്തെ മാത്രമാണ് ഇത്തരക്കാരോട് പഠിക്കാൻ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വഹാബിസം പ്രചരിപ്പിക്കാൻ കടന്നു വരരുത്. നിങ്ങൾക്ക് പിഴച്ചു പോയിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും സാദാത്തുക്കളും നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരാൻ നിങ്ങൾ മനസ്സു കാണിക്കണം. ലോകം അവസാനിക്കാനിരിക്കുകയാണ്. ഈ ആഖിർ സമാനിന്റെ കാലത്ത് പരിശുദ്ധമായ ദീനിനെ പഠിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ വക്താക്കളായി സമസ്തയിലേക്ക് മടങ്ങേണ്ട സമയം അധികരിച്ചിട്ടുണ്ട് എന്നാണ് ഈ 100ാം വാർഷികത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വഹാബികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ ഇസാഖ് ഉസ്താദ് 1942 കടന്നു വന്ന ജമാഅത്തെ ഇസ്ലാമി, അബുൽ അഅ്ല മഅ്ദൂദി എന്ന് പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി, അയാളാണ് ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആൾ. അയാളാണ് ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു സയ്യിദാണ്. സയ്യിദ് എന്ന നിലയിൽ
നിലയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല. പക്ഷേ ആ സയ്യിദായ മനുഷ്യന് പോലും വഹാബിസം പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ നിങ്ങൾ ഇവിടെ യഥാർത്ഥമായ ദീനിന് വിഘാതം സൃഷ്ടിക്കുന്നവരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തൊരീക്കത്തുകാരെയും വഹാബികളെയും ഒക്കെ മുഖം നോക്കാതെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായി നിന്നുകൊണ്ട് തുറന്നു കാണിക്കാൻ ഇവിടെ തന്റെ ഇടം കാണിച്ച് കടന്നുപോയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികമാണ് ഈ വരുന്ന 2026 ഫെബ്രുവരി മാസം 4 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് നമ്മൾ നെഞ്ചേറ്റേണ്ടവരാൻ, ഈ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടവരാൻ, നമ്മൾ അതിന്റെ ഭാഗവാക്കാവരേണ്ടവരാൻ, നമ്മൾ അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമാവേണ്ടവരാൻ. അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടലുകൾ നടത്തിയതിൽ പങ്കെടുക്കേണ്ടവരാൻ. സമസ്തയാണ് നമ്മെ നന്നാക്കിയത്. ഇന്ന് നോക്കണം നിങ്ങൾ, സമസ്തയിൽ ഗർജിക്കുന്ന സിംഹങ്ങളായി പല രൂപത്തിലൂടെ സമസ്തയുടെ ഉറച്ച ശബ്ദങ്ങളായി പല വേദികളിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സമസ്തയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വല്ലാതെ അംഗീകരിക്കുന്ന ആളുകൾ, അവരൊക്കെ സമസ്തയിൽ നിന്ന് ചെറുതായിട്ട് അകലുന്നുവോ എന്ന് തോന്നിയപ്പോഴേക്ക് ഇന്ന് വേദികളില്ലാതെ, ആളുകൾ അംഗീകരിക്കാതെ ഇന്ന് താഴെ തട്ടിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലാഹിയായ പ്രസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല, ഞാൻ ആരെയും തരം താഴ്ത്തുന്നുമില്ല, ആരെയും താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും മോശമാക്കാനോ അല്ല ഇത് സൂചിപ്പിച്ചത്. ഇത് ഇലാഹിയായ പ്രസ്ഥാനമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹുവിന്റെ സംരക്ഷണത്തിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളെയൊക്കെ ആ മഹത്തായ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.